ഇന്ന് അതിഭയങ്കരമായ മഴ പെയ്ത സ്ഥലമാണ് എറണാകുളം ജില്ലയുടെ പ്രത്യേകിച്ചും ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറുന്നു. കാക്കനാട്, വൈറ്റില അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായി വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് കീർത്തി? മഴയുണ്ടോ? എന്താണ് അവിടുത്തെ കാലാവസ്ഥയുടെ വിശദാംശങ്ങൾ? ഷമി, എന്തായാലും ഇവിടെ മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പലയിടങ്ങളിലും മഴ പൂർണ്ണമായും മാറിയിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വാഴക്കാലയിലാണ്. വാഴക്കാലയിൽ ഒരു ഫ്ലാറ്റിലാണുള്ളത്. രാവിലെയൊക്കെ ഇവിടെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല, എങ്കിലും വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇനി കാണാൻ സാധിക്കും ഇവിടുത്തെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ വാഹനങ്ങളൊക്കെ രാവിലെ മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അതൊക്കെ പൂർണ്ണമായും പകുതിയോളം തന്നെ, പൂർണ്ണമായും എന്ന് പറയാൻ സാധിക്കില്ല, പകുതിയോളം മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും കാറുകൾ വലിച്ചങ്ങോട്ടേക്ക് പുറത്തേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. പല വാഹനങ്ങൾ ഇപ്പോൾ എന്നാണ് ഇവിടുത്തെ ഈ ഫ്ലാറ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഗ്യാസ് കുറ്റികളൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എങ്കിൽ വെള്ളം ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മുറികളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ താമസക്കാർക്ക് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡിലുമൊക്കെ തന്നെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ റോഡിലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു പാടമുണ്ട്. ഈ പാടത്തേക്കാണ് ഈ വെള്ളം പോകുന്നത്. നേരത്തെ ഈ വാഴക്കാല മാർക്കറ്റിലും സമാന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അവിടെയും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. അവിടെയും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. സാധാരണഗതിയിൽ ഇവിടെ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടാകാറില്ല എന്നാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. ഇവിടെ സ്ഥിരമായി വർഷങ്ങളായി താമസിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനൊരു വെള്ളക്കെട്ട് മുൻ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതി ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം കുറച്ച് കയറാറുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ മെട്രോയുടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതൊക്കെ ഇപ്പോൾ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇനിയിപ്പോൾ കാറൊക്കെ ഇവിടെ നിന്നും മാറ്റേണ്ട സ്ഥിതിയാണ്. നേരത്തെ തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ നിന്നും വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവിടുത്തെ മതിലിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തോരം വെള്ളം രാവിലെ കയറിയിട്ടുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എത്രത്തോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കൊച്ചിയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ എത്രത്തോളം വെള്ളം കയറുന്ന എത്രത്തോളം വേഗം കയറുന്ന അത്രത്തോളം വേഗം തന്നെ ഇറങ്ങുന്ന ഒരു രീതിയാണുള്ളത്. മഴ എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും മാറിയാൽ വെള്ളം ഇവിടെ നിന്നും വേഗം ഇറങ്ങുമെന്ന് തന്നെയാണ് ഇവിടുത്തെ താമസക്കാർ കരുതുന്നതെങ്കിലും അപ്രതീക്ഷിതമായി പെയ്തൊരു മഴയായിരുന്നു ഇന്ന് രാവിലെ. ആളുകൾക്ക് ഈ തോതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകാനും മറ്റാവശ്യങ്ങൾക്കായി പുറത്തേക്കൊക്കെ പോകാൻ ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഈ ഫ്ലാറ്റിലുള്ളവർക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. മറ്റ് പഠനാവശ്യങ്ങൾക്കായി വന്നവരും ഒപ്പം തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ തന്നെ അവരുടെ വാഹനം പുറത്തേക്ക് എടുക്കാനെന്ന് മാത്രമല്ല അവർക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ, ഇവിടുന്ന് റോട്ടിലേക്ക് പോലും പോകാൻ സാധിക്കാതെ അത്രയും തരത്തിൽ വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. റോഡിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ വെള്ളം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്ലാറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ദൃശ്യങ്ങളാണ്. ഇവിടുത്തെ സാധനങ്ങൾ, ഗ്യാസ് കുറ്റിയൊക്കെ അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. ആളുകൾക്കൊക്കെ തന്നെ വലിയൊരു ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. അവരുടെ വാഹനങ്ങൾ നശിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി. അവർക്ക് ഇനി വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട്, അവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു ബുദ്ധിമുട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറുകളൊക്കെ വലിച്ചു കൊണ്ടുപോകേണ്ട, റോട്ടിൽ കൊണ്ടുപോയി ഇടേണ്ട ഒരു സ്ഥിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ മഴ അല്പം മാറിയിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തിപ്പെട്ടാൽ വീണ്ടും ഇവിടെ വെള്ളക്കെട്ട് ഇനിയും അനുഭവപ്പെടും. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല, മറ്റ് ഇട റോഡുകളിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു മഴയിൽ കളമശ്ശേരിയിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വാഴക്കാലയിൽ മാത്രം നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. അപ്രതീക്ഷിതമായി പെയ്തിയ ഒരു മഴയായതുകൊണ്ട് തന്നെ ആർക്കും ഒരു മുൻകരുതൽ എടുക്കാനോ നേരത്തെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും തന്നെ മാറ്റാനോ ഉള്ള ഒരു സമയമൊന്നും ആർക്കും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരിതമാണ് ഇവർ ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, കൊച്ചി നഗരത്തിൽ
നഗരത്തിലെ ഗതാഗത കുരുക്ക് അതും ഇന്ന് രൂക്ഷമായിരുന്നു. ഈ വൈറ്റില ഇടപ്പള്ളി ബൈപ്പാസിലൊക്കെ തന്നെ വലിയൊരു ഗതാഗത കുരുക്കായിരുന്നു. 4 കിലോമീറ്ററോളം നീണ്ട നിരയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ഈ മഴ മാറിയ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഗതാഗത കുരുക്കൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും രൂക്ഷമായൊരു ഗതാഗത കുരുക്ക്, വെള്ളക്കെട്ട് അതൊക്കെ ഇപ്പോഴും കൊച്ചിയിൽ തുടരുകയാണ്. റെഡ് അലേർട്ടാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് നൽകിയിരിക്കുന്നത്. അത്രയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ തന്നെ പരമാവധി പുറത്തേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആളുകൾക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോലും പോകാൻ സാധിക്കാത്ത അത്രയും വലിയൊരു വെള്ളക്കെട്ടൊക്കെയാണ് അനുഭവപ്പെടുന്നത്.